ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതിൻ്റെ ബാക്കി 9 ആക്ടിവിറ്റി നമ്മളെടുത്തു. ഇനി 10ാമത്തെ ആക്ടിവിറ്റി നോക്കുക. 10 റീഡ് ദ സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി പോളിയ. പോളിയ എന്ന പാഠത്തിൽ നിന്നുള്ള കഥ, ആ കഥയിൽ നിന്നുള്ള സെൻറ്റൻസ് ആണ് താഴെ നൽകിയിരിക്കുന്നത്. അത് വായിക്കുക. ഹിയർ പോളിയ, ഹി സെഡ്, ഈസ് ദ ലേറ്റസ്റ്റ് ടീച്ച് യുവർ സെൽഫ് റഷ്യൻ വിച്ച് ഈസ് ബേസ്ഡ് ഓൺ അപ് ടു ഡേറ്റ് മെത്തേഡ്. I am going to show you how to use it. ഭർത്താവ് ഒരു പുസ്തകം കൊണ്ടുവന്നിട്ട് പോളിയൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ് ഇത് അപ് ടു ഡേറ്റ് മെത്തേഡ്, ഭാഷ പഠിക്കാൻ അപ് ടു ഡേറ്റ് മെത്തേഡ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ നിന്നെ കാണിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഹിയർ വി യൂസ് ഗോയിങ് ടു. ഇവിടെ നമ്മുടെ ഈ സെൻറ്റൻസിൽ ഗോയിങ് ടു എന്നുള്ള ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഗോയിങ് ടു. ഈ ഗോയിങ് ടു എന്നുള്ളത് ടു ടോക്ക് അബൌട്ട് വാട്ട് വി ഇൻറ്റൻഡ് ടു ഡു ഇൻ ദ നിയർ ഫ്യൂച്ചർ. വി യൂസ് ഗോയിങ് ടു വെൻ വി ഹാവ് ഓൾറെഡി ഡിസൈഡഡ് ടു ഡു സംതിങ്. എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ഈ അടുത്ത ഭാവിയിൽ ചെയ്യുമെന്ന് തീരുമാനിച്ച കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഗോയിങ് ടു എന്ന് ഉപയോഗിക്കുന്നത്. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യത്തെ നമ്മൾ ആദ്യം തീരുമാനിച്ചതാണ്. അങ്ങനത്തെ ഒരു കാര്യം നടക്കാൻ പോകുന്നതിനെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഗോയിങ് ടു എന്നുള്ള വാക്ക്. അപ്പോൾ ഇവിടെ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ കുറച്ച് ഒരു എക്സാമ്പിൾ എഴുതാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് എ ഫസ്റ്റ് ഓഫ് ജനുവരി. ഹൗ ഓൾഡ് ആർ ദിസ് പീപ്പിൾ ഗോയിങ് ടു ബി ഓൺ ദയർ നെക്സ്റ്റ് ബർത്ത്ഡേസ്. ഇവിടെ കുറച്ച് വ്യക്തികളെ പേര് നൽകിയിട്ടുണ്ട്. അവരുടെ വയസ്സ്, ബർത്ത്ഡേ ഡേറ്റ് നൽകിയിരിക്കുന്നു. അരുൺ, ഏജ് നൗ 12. അമല 13. ജോയ് ആൻഡ് ജമാൽ 15. ബർത്ത്ഡേ മാർച്ച് 15th ആണ്. ജൂലൈ 17th ആണ് അമലിൻ്റെ. ജൂലൈ 27th ആണ്. ജോയ് ആൻഡ് ജമാലിൻ്റെ സെപ്റ്റംബർ 6th ആണ്. ഇനി അതിൻ്റെ ശേഷമുള്ള യു എന്നുള്ള കോളത്തിൽ നിങ്ങളുടെ വയസ്സ്, അതുപോലെ ബർത്ത്ഡേ ഡേറ്റ് അത് എഴുതുക. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ നൽകിയിരിക്കുന്നു. 1, 2, 3, 4 എണ്ണം എഴുതാനുണ്ട്. അരുണിൻ്റെത് ഇവിടെ എക്സാമ്പിളായിട്ട് നൽകിയിരിക്കുന്നു. അമലൻ്റെതും ജോയ് ആൻഡ് ജമാലിൻ്റെതും നിങ്ങളതും താഴെ എഴുതണം. അരുൺ ഈസ് ഗോയിങ് ടു ബി 12 ഓൺ മാർച്ച് 15th. അരുണിൻ്റെ ബർത്ത്ഡേ എന്നാണ്? ഗോയിങ് ടു ബി 12 ഓൺ മാർച്ച് 15th. ഇനി അതുപോലെ ബാക്കിയുള്ളതും എഴുതുക. അമല ഈസ് ഗോയിങ് ടു ബി 13 ഓൺ ജൂലൈ 27th. അപ്പോൾ ഈ രൂപത്തിൽ ബാക്കി 2 കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. യൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ഗോയിങ് ടു ആൻഡ് ദ വേർബ്സ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്. ഗോയിങ് ടു എന്നുള്ളതിനെ കറക്റ്റ് അതിൻ്റെ ഉപയോഗം ഉപയോഗിക്കുക. വെർബ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ദിസ് ഈസ് ഗോയിങ് ടു ബി, അതിൽ ഒന്നാമത്തത് ദിസ് ഈസ് ഗോയിങ് ടു ബി, അവിടെ ബി എന്നുള്ളതാണ് വെർബ്. എ വെരി ബിസി വീക്കെൻഡ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൺ ഫ്രൈഡേ മൈ ഫ്രണ്ട് ബെൻ ആൻഡ് ഐ. അവിടെ എങ്ങനെ ആയിരിക്കും? ആൻഡ് ഐ ആർ ഗോയിങ് ടു സീ എ മൂവി. ആഫ്റ്റർ ദ മൂവി വി are going to eat dinner at our favorite Thai restaurant. ഇനി അതിലെ സി നോക്കുക. ലുക്ക് അറ്റ് ദ റിപ്പോർട്ട് ഫ്രം എ ന്യൂസ് പേപ്പർ. ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് താഴെ നൽകിയിരിക്കുന്നത്. ദ US പ്രസിഡൻറ്റ് വിൽ അറൈവ് ഇൻ ഡൽഹി ടുമോറോ. ദ US പ്രസിഡൻറ്റ് വിൽ അറൈവ് ഇൻ ഡൽഹി ടുമോറോ. നാളെ അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. അവിടെ ഉപയോഗിച്ചത് നിങ്ങൾ കണ്ടില്ലേ? വില്ലാണ് ഉപയോഗിച്ചത്. ഭാവിയിൽ പറയാൻ വേണ്ടിയിട്ട് വിൽ അറൈവ്. ഇനി ഹി വിൽ ടോക്ക് ഓൺ ദ കറൻറ്റ് ഫിനാൻഷ്യൽ ക്രൈസിസ്. ഇപ്പം നേരിട്ട് കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കും. അപ്പോൾ അതും നാളെ നടക്കാൻ പോകുന്ന കാര്യമാണ്. ഹി വിൽ നോട്ട് ബി ഹിയർ ഫോർ ലോങ്. യു വിൽ വാച്ച് ലൈവ് റിപ്പോർട്ട്സ് ഓൺ TV. അതൊക്കെ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്.
നാളെ അദ്ദേഹം വന്നിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് ഹിയർ വിൽ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് എ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു ആക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ വിൽ എന്ന് പറയുന്നത് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, നൗ യു മേ എക്സാമിൻ ദ ടൂർ ചാർട്ട് ഓഫ് ആരിഫ്. ആരിഫിൻ്റെ ഒരു ടൂർ ചാർട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആരിഫ് ഈസ് ട്രാവലിംഗ് ത്രൂ സൗത്ത് ഇന്ത്യ. എവിടുന്നാണ് തുടങ്ങിയത്? തിരുവനന്തപുരം. 2 days ago, 2 ദിവസം മുമ്പ് തുടങ്ങിയതാണ്. കൊച്ചിൻ എത്തി യെസ്റ്റർഡേ ആണ്. മലമ്പുഴ ഡാം ആഫ്റ്റർ 1 hour. പാലക്കാട് നൗ 1 hour കഴിഞ്ഞിട്ട് അവിടെ എത്തും. പിന്നെ കോവൈ ടുമോറോ, നാളെ എത്തുന്ന സ്ഥലമാണ്. ചെന്നൈ ആഫ്റ്റർ 3 days, 3 ദിവസം കഴിഞ്ഞിട്ട് ചെന്നൈയിലെത്തും. ഹൈദരാബാദ് ആഫ്റ്റർ 2 weeks. അതാണ് ആരിഫിൻ്റെ ഒരു ചാർട്ട്. അത് നമ്മൾ ഇവിടെ റെഡിയാക്കി എഴുതണം. കംപ്ലീറ്റ് ദ സെൻറ്റൻസ് വിത്ത് ഹി വാസ് ഉപയോഗിച്ചിട്ടും ഹി ഈസ് ഉപയോഗിച്ചിട്ടും ഓർ ഹി വിൽ ബി ഉപയോഗിച്ചിട്ടും എഴുതാൻ വേണ്ടിയിട്ടാണ്. നോട്ട് ദ ടൈം ഇൻഡിക്കേറ്റർ. അപ്പം യെസ്റ്റർഡേ എന്നാകുമ്പം ഹി വാസ് ആയിരിക്കും. കാരണം ഇന്നലെ അവന് കൊച്ചിയിൽ ആയിരുന്നു. ഹി വാസ് എന്നാണ് വരിക. യെസ്റ്റർഡേ ഹി വാസ് ഇൻ കൊച്ചി. ഇനി ഇപ്പോൾ അറ്റ് ദ മൊമെൻറ്റ് ഹി ആകുന്നു എന്നുള്ള അർത്ഥം, അവൻ ആകുന്നു എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ എന്താ വേണ്ടത്? ഹി ഈസ് ഇൻ പാലക്കാട്. ഇനി ആഫ്റ്റർ 1 hour, 1 hour കഴിഞ്ഞിട്ട് അവൻ എവിടെയായിരിക്കും? ആഫ്റ്റർ 1 hour ഹി വിൽ ബി അറ്റ് മലമ്പുഴ ഡാം. ടുമോറോ ഹി വിൽ ബി എന്ന് തന്നെ ചേർക്കുക. ആഫ്റ്റർ 3 days ഹി വിൽ ബി. 2 days ago ഹി വാസ് ആയിരുന്നു അറ്റ് തിരുവനന്തപുരം. 7th, ആഫ്റ്റർ 2 weeks ഹി വിൽ ബി ഇൻ ഹൈദരാബാദ്. ഇങ്ങനെയാണ് അത് ചേർക്കേണ്ടത്. അപ്പം ഹി വാസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തെ സൂചിപ്പിക്കുന്നു, അവനായിരുന്നു. ഹി ഈസ്, ഇപ്പം അവനുള്ളത്. ഹി വിൽ ബി, ഇനി ഭാവിയിൽ അവൻ എവിടെയായിരിക്കും. അതിലെ ബി, ഹിയർ ആർ സം സിറ്റുവേഷൻസ് യു മേ റീഡ് ദം ആൻഡ് ദെൻ റൈറ്റ് വാട്ട് യു വിൽ ഡു ഇൻ ദിസ് സിറ്റുവേഷൻ. യൂസ് ദിസ് വെർബ്, ആൻസർ, carry, have, post, shut or any word of your choice. You and your friend have come into the room. The window is open and it is cold. I will shut the window. അപ്പം നമ്മൾ ഒരു റൂമിൽ കയറി, അവിടെ വിൻഡോ തുറന്നു. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ്. വിൻഡോ തുറന്നപ്പോൾ എന്താണ്? നല്ല തണുപ്പാണെങ്കിൽ എന്ത് ചെയ്യും? ഡോർ അടക്കും. അപ്പം ഐ വിൽ ഷട്ട് ദ വിൻഡോ. നെക്സ്റ്റ്, ദ ഫോൺ ഈസ് റിങ്ങിങ്. യു ആർ ദ പേഴ്സൺ ക്ലോസ് ടു ഇറ്റ്. ഫോൺ ഇങ്ങനെ റിങ് ചെയ്യുന്നുണ്ട്, നിങ്ങളാണ് അതിൻ്റെ അടുത്തുള്ളത് എങ്കിൽ എന്ത് ചെയ്യും? ആൻസർ ചെയ്യും അല്ലേ? അപ്പോൾ നമ്മളെന്താ പറയേണ്ടത്? ടെലിഫോൺ ആൻസർ ചെയ്യും. ഐ വിൽ ആൻസർ ദ ടെലിഫോൺ. വിൽ ഉപയോഗിച്ചാണ് പറയേണ്ടത്. നെക്സ്റ്റ്, ദ ചോയ്സ് ഓൺ ദ മെനു ഈസ് ഫിഷ് ആൻഡ് ചിക്കൻ. യു ഹേറ്റ് ഫിഷ്. ഫിഷും ചിക്കനും ഉണ്ട് മെനുവിൽ. പക്ഷെ നിങ്ങൾ ഫിഷ് ദേഷ്യപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ഐ വിൽ ഹാവ് ചിക്കൻ. നെക്സ്റ്റ്, യു ആർ മീറ്റിംഗ് എ ഫ്രണ്ട് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. ഹി ഹാസ് 2 suitcases. ദർ ഈസ് എ ബാഗ്. 2, ഒരു ബാഗും ഉണ്ട്, 2 കയ്യിൽ സൂട്ട് കേസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കൂട്ടുകാരനാണ്, ഒന്ന് നമ്മൾ എടുക്കും. ഐ വിൽ ക്യാരി ദ ബാഗ്. നെക്സ്റ്റ്, യുവർ ഫ്രണ്ട് വാണ്ട് ടു പോസ്റ്റ് എ ലെറ്റർ. ഹി ഹാസ് റിട്ടൺ. യു ആർ ഗോയിങ് ടു സ്കൂൾ പാസ് ദ പോസ്റ്റ് ഓഫീസ്. അപ്പം കൂട്ടുകാരന് ഒരു കത്ത് പോസ്റ്റ് ചെയ്യാനുണ്ട്. നിങ്ങളാണെങ്കിൽ ആ പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞിട്ടാണ് സ്കൂളിലെത്തുക. പോസ്റ്റ് ഓഫീസും കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ സ്കൂൾ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഐ വിൽ പോസ്റ്റ് ദ ലെറ്റർ പോസ്റ്റ് ചെയ്യും. ഇനി
11ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു പ്രൊജക്റ്റ് വർക്കാണ്. കണ്ടക്ട് എ സർവേ ഓൺ ദ TV viewing habits of your friends in the class. You may use the following table. ഒരു സർവേ നടത്താണ്. TV കാണുന്ന പതിവുള്ള കുട്ടികളിൽ ഒരു സർവേ നടത്തുക. എന്നിട്ട് അവരുടെ നിങ്ങൾക്ക് ഇവിടെ നൽകിയിരിക്കുന്ന ടേബിൾ ഉപയോഗിക്കാം. പേരെഴുതുക, 2-3 കുട്ടികളോട് ചോദിക്കുക, 3-4 കുട്ടികളോട് ചോദിക്കുക. എന്നിട്ട് പ്രോഗ്രാംസ് ഹി ഓർ ഷീ ലൈക്സ്, ഇഷ്ടപ്പെടുന്ന പ്രോഗ്രാം, കാർട്ടൂണാണോ, വേറെ അനിമൽ, പ്ലാന്റ്, ഇങ്ങനത്തെ വേറെ എന്തെങ്കിലുമൊക്കെ ആണോ, അതാണ് ഇഷ്ടപ്പെടുന്നത് അവിടെ ഇതാ. പിന്നെ ടൈം സ്പെൻഡ്, ഓരോ പ്രോഗ്രാമിന് എത്ര സമയം ചിലവഴിക്കും. ന്യൂസ് ഇഷ്ടപ്പെടുന്നവരാണ്, ന്യൂസിന് വേണ്ടി എത്ര, പഠനവുമായി ബന്ധപ്പെട്ട ചാനലുകൾക്ക് എത്ര, അങ്ങനെ. പ്രോഗ്രാം ഹി ഓർ ഷീ ഡസൻ ലൈക്ക്, ഇഷ്ടപ്പെടാത്ത പ്രോഗ്രാമുകൾ ഏതാണ്, ഇഷ്ടപ്പെടാത്ത പ്രോഗ്രാമുകൾ ഉണ്ടാവുമല്ലോ, അതേതാണ്, അതിൻ്റെ കാരണം എന്താണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോളം ഇത് വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. അങ്ങനെ ഒരു സർവേ നടത്തിയിട്ട് നൗ പ്രിപ്പയർ എ റിപ്പോർട്ട് ഓൺ ദ TV viewing habits ഓഫ് യുവർ ഫ്രണ്ട്. നിങ്ങളുടെ കൂട്ടുകാരിൽ TV കാണുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ, അവരുടെ ഹാബിറ്റ്, എത്ര കുട്ടികൾ കാണുന്നു, അവർ ഏത് തരത്തിലുള്ളതാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്, അവരേത് തരത്തിലുള്ളതാണ് കാണുന്നത്, അവർക്ക് ഏതാണ് ഇഷ്ടപ്പെടാത്തത് എന്താണ്, എന്തുകൊണ്ട് അവരത് ഇഷ്ടപ്പെടുന്നില്ല, ഇനി കുട്ടികൾ പൊതുവെ കാണേണ്ട TV പ്രോഗ്രാമുകൾ ഏതൊക്കെയാണ് പ്രോഗ്രാമുകൾ, ഒഴിവാക്കേണ്ട പ്രോഗ്രാമുകൾ, കുട്ടികൾക്ക് യോജിക്കാത്ത പ്രോഗ്രാമുകൾ ഏതൊക്കെയാണ്, ഈ രൂപത്തിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത്രയും വർക്കുകളാണ്. ഇത് എഴുതിയിട്ട് വിട്ടുതരിക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു യൂണിറ്റ് തുടങ്ങാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.